ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ പറയാൻ ദൈവത്തോട് വാക്കുകളില്ലാതെ വരുമ്പോൾ, ഒന്നും ചോദിക്കാനില്ലാതെ വരുമ്പോൾ, എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്ന് ഞാൻ തന്നെ ചിന്തിച്ച് ഒറ്റക്കിരുന്ന് കരയുമ്പോൾ, നിന്റെ കണ്ണീന്നൊഴുകുന്ന കണ്ണുനീരിനെ വായിച്ചെടുക്കുന്ന, നിന്റെ ഹൃദയത്തിന്റെ നെടുവീർപ്പുകളെ തിരിച്ചറിയുന്ന, നീ ചോദിക്കാതെ തന്നെ നിന്റെ ആവശ്യത്തെ മനസ്സിലാക്കുന്ന ആരോടായി പ്രാർത്ഥിക്കുന്നേ? ഇന്ന് ഇവിടെ ഇരുന്ന് പറയാം, അപ്പാ, ഇവിടുത്തെ ഒരു മന്ത്രിയുടെ ഓർഡറിന്റെ മുമ്പിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ കാര്യങ്ങൾ തിരിയുന്നെങ്കിൽ, ഇവിടുത്തെ ഒരു DGPയുടെ ഓർഡറിന്റെ മുമ്പിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കാര്യങ്ങൾ തിരിയുന്നെങ്കിൽ, അഖിലാണ്ടത്തെ ചമച്ചവനെ, the creator of the universe, Jesus, ഞാൻ ആരെ ആരാധിക്കുന്നേ? നിനക്ക് ഇതിന്റെ വില അറിയോ? നീ എവിടെ വന്നിരിക്കുന്നെന്ന് നിനക്കറിയോ? ഹീലിംഗ് നടന്നേ. യേശു ആ വീട്ടിൽ പോയില്ല. കിലോമീറ്ററുകൾക്കപ്പുറത്ത് സൗഖ്യം നടന്നു. കൈവച്ചില്ല, കണ്ടില്ല, തൊട്ടില്ല, പോയില്ല, ഒന്നും ചെയ്തില്ല. കാരണം ശതാധിപൻ, അവന്റെ അധികാരം അറിഞ്ഞവൻ, അധികാരസ്ഥനായ ദൈവപുത്രനോട് പറയുന്നു, ഞാൻ ഒരുത്തനോട് പോക എന്ന് പറഞ്ഞാൽ ആ പട്ടാളക്കാരൻ പോകും. ഞാൻ ഒരുത്തൻ വരിക എന്ന് പറഞ്ഞാൽ ആ പട്ടാളക്കാരൻ വരും. ഞാൻ ഒരുത്തനോട് അത് ചെയ്യാൻ പറഞ്ഞാൽ അവനത് ചെയ്യും. എന്റെ പുരയ്ക്കകത്ത് കാല് ചവിട്ടാൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ലെന്ന് ഇവൻ പറയണമെങ്കിൽ ഇവൻ വഹിക്കുന്ന അധികാരത്തിന്റെ മില്യൺ ടൈംസ് അധികാരം അവനിലുണ്ടെന്ന് വിശ്വസിച്ചു. ഞാൻ സേവിക്കുന്നത് ഒരു സാധാരണ ദൈവത്തെയല്ല, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അവൻ എനിക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് വാഗ്ദത്തം ചെയ്തവൻ, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും നൽകപ്പെട്ടവൻ, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ എന്ന് വാഗ്ദത്തം ചെയ്തവൻ. ശരിക്കും ഈ ശതാധിപന്റെ ദാസന്റെ സൗഖ്യം എല്ലാരും അറിഞ്ഞു. അപ്പൊ അവിടെ ഒരു ക്രൗഡുണ്ട്, അവിടെ ഒരു ജനക്കൂട്ടമുണ്ട്. ഇപ്പോ യേശു നിൽക്കുന്നിടത്ത് ഒരു ജനക്കൂട്ടമുണ്ട്. പിന്നെ ഹീലായത് ശതാധിപന്റെ ദാസനാണ്. ഇത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അങ്ങനെ 11ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, പിറ്റേന്നാൾ ഈ സംഭവം കഴിഞ്ഞ് അവിടുന്ന് അടുത്ത ദിവസം, നെക്സ്റ്റ് ഡേ, യേശു കർത്താവ് നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വാക്കുണ്ട്, ശിഷ്യന്മാരും വളരെ പുരുഷാരവും. ക്രൗഡ് കൂടി, ജനം കൂടി, ഭയങ്കര ജനക്കൂട്ടമായി. കാരണം ഇതുപോലൊരു അധികാരം വഹിക്കുന്നവനെ കാണാൻ കഴിയാത്ത നിലകളിൽ വലിയ പുരുഷാരം കൂടെ പോയി. ആമേൻ, ആമേൻ. യേശു കർത്താവ് നയീൻ എന്ന പട്ടണത്തിൽ എത്തി. എന്താണ് നയീൻ എന്ന വാക്കിന്റെ അർത്ഥം? നയീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബ്യൂട്ടി എന്നാണ്. മനോഹരം, ബ്യൂട്ടി, the city of beauty, മനോഹര പട്ടണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, മനോഹര പട്ടണം. മനോഹര പട്ടണം. ഹല്ലേലൂയ.
ആമേൻ. സ്തോത്രം. അപ്പോൾ ഈ മനോഹര പട്ടണത്തിൽ നയീനിൽ യേശു കർത്താവ് എൻട്രി ചെയ്യാണ്. ആ സമയത്ത് 12-ാം വാക്യം പറയുന്നു, പട്ടണത്തിന്റെ വാതിലിനോടടുത്തപ്പോൾ, ഗേറ്റിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. കാരണം മരിച്ചവനെ അടക്കുന്നത് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് പട്ടണത്തിന് പുറത്താണ്. അപ്പോൾ അവനെ പട്ടണത്തിന്റെ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. ആ മരിച്ച മകൻ അമ്മയ്ക്ക്, അവന്റെ അമ്മയ്ക്ക് ഏകജാതനായ മകൻ. ആ സ്ത്രീയോ അവളോ വിധവയായിരുന്നു. അപ്പം ആ സ്ത്രീ വിധവയായിരുന്നു, ഭർത്താവില്ലാത്തവളായിരുന്നു. എന്നാൽ അവൾക്ക് ഒരൊറ്റ മകനുണ്ടായിരുന്നു. ആ മകനും ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ്. നാട്ടുകാർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുന്നതെന്ന് നമുക്കറിയാം. ശാപമാണെന്ന് പറയുന്നവര് കാണും, അവളുടെ കുറവാന്ന് പറയുന്നവര് കാണും. യോ എന്താ ദൈവമേ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നേ എന്ന് പറയുന്നവര് കാണും. പല തരത്തിലുള്ള കമന്റുകൾ ചുറ്റുമുണ്ടാകും. പക്ഷേ ഞാൻ കണ്ടത്, വിധവയായിരുന്നവൾക്ക് ഒറ്റ മകനുണ്ടായിരുന്നു. ആ കുഞ്ഞൂടെ മരിച്ചപ്പോൾ അവൾ അനാഥയായി, അവൾ ആരോരും ഇല്ലാത്തവളായി, ഒരു പ്രതീക്ഷകൾക്കും വകയില്ലാത്തവളായി, മുൻപോട്ടൊന്നും കാണാനില്ലാത്തവളായി. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് തന്റെ ഒരേ ഒരു കുഞ്ഞിന്റെ ശവമഞ്ചവുമായി ഒരു കൂട്ടം ആളുകൾ വിലാപയാത്രയായി പോകുമ്പോൾ, ആ വിലാപയാത്രയിൽ കരഞ്ഞുകൊണ്ട് ഈ സഹോദരി പട്ടണത്തിന് പുറത്തേക്ക് വരികയാണ്. ഏതാനും ചില നിമിഷങ്ങൾക്കുള്ളിൽ ഈ കുഞ്ഞിനെ മറവ് ചെയ്യും, ഈ കുഞ്ഞിനെ അടക്കം ചെയ്യും. നിങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറാണോ? നിങ്ങൾ പ്രാപിക്കാൻ തയ്യാറാണോ? നമ്മൾ സേവിക്കുന്ന ദൈവം ആരെന്ന് യഥാർത്ഥമായ ആത്മാവിലും ശരീരത്തിലും അറിയാൻ തയ്യാറാണോ? ഞാൻ ഈ വചനഭാഗം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ ആത്മാവിലും എന്റെ ചിന്തയിലും ഒരേ സാധനം വരികയാണ്, ഒരു കാഴ്ച വരികയാണ്. മിനിറ്റുകൾക്കകം ഈ ബോഡി, ഈ ഭൗതിക ശരീരം, ഈ വിലാപയാത്ര ഈ ഗേറ്റിന്റെ പുറത്തിറങ്ങും. ഗേറ്റിന്റെ പുറത്തിറങ്ങിയാൽ തൊട്ടപ്പുറത്ത് സെമിത്തേരിയാണ്, കുട്ടിയുടെ അടക്കം നടക്കും. അതോടുകൂടെ എല്ലാം കഴിയാണ്. ഒരു വഴിയായി മരണം വരികയാണ്, മറുവഴിയായി ജീവൻ വരികയാണ്. മരണവും ജീവനുമായി കൂട്ടിമുട്ടാൻ പോവുകയാണ്. മരണവും ജീവനുമായി കൂട്ടിമുട്ടാൻ പോവുകയാണ്. മരണവും പുനരുത്ഥാനവുമായി കൂട്ടിമുട്ടാൻ പോവുകയാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും, ഞാൻ തന്നെ പുനരുത്ഥാനവും. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. വൈകിയെങ്കിൽ ഈ ശരീരം മണ്ണോട് മണ്ണ് ചേരും. അവര് ഒരു 10 മിനിറ്റ് നേരത്തെ ആയിരുന്നെങ്കിൽ യേശുവിനെ മിസ് ചെയ്യും. ഇന്ന് പകൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവത്തിന് ചിലതൊക്കെ ഉയർപ്പിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ, എന്റെ സമയം എനിക്ക് തെറ്റിയെന്ന് തോന്നിയാലും ദൈവത്തിന്റെ സമയം തെറ്റിയിട്ടില്ല. എന്റെ സമയം എനിക്ക് പോയെന്ന് തോന്നിയാലും ദൈവത്തിന്റെ ടൈം തെറ്റിയിട്ടില്ല. ഇരുട്ടും
വെളിച്ചവുമായി കൂട്ടിമുട്ടിയാൽ ഇരുട്ട് തോക്കും, വെളിച്ചം ജയിക്കും. അല്ലേ നീ ഒന്ന് കൂട്ടിമുട്ടി നോക്ക്. ഇരുട്ടേ, നിനക്ക് തന്റെ ഇടം ഉണ്ടെങ്കിൽ വെളിച്ചത്തോടൊന്ന് മുട്ടാൻ വാ. വെളിച്ചം നിന്നെ തോപ്പിച്ചിരിക്കും. നിങ്ങളിൽ എത്ര പേർക്ക്, എന്റെ സഹോദരങ്ങൾക്ക്, ഇതൊരു പ്രവചന ശബ്ദമാണ്. ഈ മെസ്സേജ് ഒരു ദൈവിക ആലോചനയാണ്. നിങ്ങളിൽ എത്ര പ്രിയപ്പെട്ടവർക്ക് ഇത് മനസ്സിലാകുന്നു? ഇരുട്ടും വെളിച്ചവുമായി കൂട്ടിമുട്ടാൻ പോകുകയാണ്. യേശു കർത്താവിന്റെ യാത്ര ഒരാഘോഷയാത്രയാണ്. കാരണം ഭയങ്കര മിറക്കിളുകൾ നടന്ന് ഇരുന്നേ, ശതാധിപന്മാർ വരെ അത്ഭുതപ്പെട്ടു പോയ, കബർനഹൂം എല്ലാം ഇളകി മറിഞ്ഞ ഒരു വലിയ ശുശ്രൂഷ കഴിഞ്ഞാണ് യേശുവും ടീമും വരുന്നത്. അതൊരാഘോഷയാത്രയാണ്. ഒരു ഭയങ്കര കാര്യമൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വരുന്ന വരവാണ്. ഈ ഓപ്പോസിറ്റ് സൈഡിലൂടെ വരുന്നത് വിലാപയാത്രയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ജീവനും മരണവുമായി കൂട്ടിമുട്ടിയാൽ, ജീവനായ ക്രിസ്തുവുമായി മരണം കൂട്ടിമുട്ടിയാൽ, മരണം അവിടെ അവസാനിക്കുകയാണ്. സൗഖ്യദായകനും രോഗവുമായി കൂട്ടിമുട്ടിയാൽ, രോഗം അവിടെ അവസാനിക്കുകയാണ്. പരാജയവും വിജയവുമായി കൂട്ടിമുട്ടിയാൽ, പരാജയം വിജയമാകുകയാണ്. ശാപവും അനുഗ്രഹവുമായി കൂട്ടിമുട്ടിയാൽ, നിന്റെ ശാപം അനുഗ്രഹമാകുകയാണ്. ബൈബിൾ പറയുന്നു, മകളെ, ദൈവവചനം പറയുന്നു, യേശു അവളെ കണ്ടിട്ട്, യേശു അവളെ കണ്ടിട്ട്. ലിസൺ, ലിസൺ, എന്നെ ഒന്ന് ദയവായി ശ്രദ്ധിക്കുമോ? കീബോർഡിന്റെ ബേസ് കുറയ്ക്കുമോ? എന്നെ ദയവായി ഒന്ന് ശ്രദ്ധിക്കുമോ? ഒരു വാക്ക് പോലും ഈ സഹോദരി യേശുവിനോട് പറഞ്ഞില്ല. നിങ്ങളുടെയും എന്റെയും ഭാഷയിൽ പറഞ്ഞാൽ ഒരു വാക്ക് പോലും അവൾ യേശുവിനോട് പ്രാർത്ഥിച്ചില്ല. കർത്താവേ, എന്റെ കുഞ്ഞ് മരിച്ചു, അവനെ ഒന്ന് ഉയർപ്പിക്കണേ എന്നവൾ ആവശ്യപ്പെട്ടില്ല, ചോദിച്ചില്ല, അപേക്ഷിച്ചില്ല, മുട്ടുകുത്തിയില്ല, ഒന്നും ചെയ്തില്ല. അവൾ ആകെ ചെയ്തത് കരഞ്ഞു. അവളാകെ ചെയ്തത്, അവളുടെ കണ്ണും നിറഞ്ഞൊഴുകി, അവളുടെ ഹൃദയത്തിന്റെ വേദന കണ്ണുനീരായി ധാരധാരയായി ഒഴുകി. ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ പറയാൻ ദൈവത്തോട് വാക്കുകളില്ലാതെ വരുമ്പോൾ, ഒന്നും ചോദിക്കാനില്ലാതെ വരുമ്പോൾ, എന്റെ അവസ്ഥ ഇങ്ങനായി പോയി എന്ന് ഞാൻ തന്നെ ചിന്തിച്ച് ഒറ്റക്കിരുന്ന് കരയുമ്പോൾ,
നിന്റെ കണ്ണീന്നൊഴുകുന്ന കണ്ണുനീരിനെ വായിച്ചെടുക്കുന്ന, നിന്റെ ഹൃദയത്തിന്റെ നെടുവീർപ്പുകളെ തിരിച്ചറിയുന്ന, നീ ചോദിക്കാതെ തന്നെ നിന്റെ ആവശ്യത്തെ മനസ്സിലാക്കുന്ന, ഞാൻ താഴോട്ടിറങ്ങി വന്നത് ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ കാണാനാണ്. പക്ഷേ എനിക്ക് ഈ വേർഡ് പറയണം. ഞാനൊരു പ്രൊഫറ്റിക് സെഷനിലേക്ക് ദൈവം പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന് വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. ഒരു ഡെലിവറൻസ് സെഷനിലേക്ക് കയറിയാൽ എനിക്ക് ഈ വേർഡ് പറയാൻ പറ്റില്ല. പറയുന്ന പ്രവചനങ്ങളെക്കായാലും നമ്മൾ ചെയ്യുന്ന മറ്റെല്ലാ ശുശ്രൂഷയെക്കായാലും ഏറ്റവും വലുതാണ് ദൈവത്തിന്റെ വചനം. അത് വിശ്വസിക്കുന്ന എൽഷദായിലുള്ളവരെന്ന് കൈ അടിക്കാവോ? എൽഷദായിലുള്ളവർ. Praise the Lord, praise the Lord. Hallelujah. എന്റെ ചോദ്യം, സ്ത്രീയെ കരയേണ്ട, കർത്താവ് അവളെ കണ്ട് പറഞ്ഞു, എന്തെങ്കിലും വായിക്കുന്നു. കർത്താവ് അവളെ കണ്ട് മനസ്സലിഞ്ഞു. ദൈവമക്കളെ, നമ്മളുടെ 21 ദിവസത്തെ പ്രാർത്ഥനയെക്കായാലും നമ്മൾ പ്രഖ്യാപിക്കുന്ന പല പ്രഖ്യാപനങ്ങളെക്കാളും അതൊക്കെ ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തിന് നമ്മളോട് തോന്നേണ്ട മനസ്സലിവ്. ഒരു കുഷ്ഠരോഗി അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കൂ. അടുത്ത വാക്ക് എന്റെ ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. മനസ്സുണ്ട്, ശുദ്ധമാകാം. മനസ്സുണ്ട്, ശുദ്ധമാകാം. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യയിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇതിന്റെ നടുവിലുണ്ട്. ഇന്ന് ചില കൂട്ടിമുട്ടലുകൾ നടക്കുക ഇതിനകത്ത്. ഇനി ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ആ സ്ത്രീയോട് യേശു പറഞ്ഞു, കരയണ്ട. നാട്ടുകാർ ചിന്തിക്കും, ഇങ്ങേരെന്തായി പറയുന്നേ? വിധവയായിരുന്നു അവള്, ഒറ്റ മോനെ ഉള്ളായിരുന്നു, മരിച്ചുപോയി, കരയേണ്ടെന്നു. കരച്ചില് വരില്ലേ? കരയേണ്ടെന്നു. അച്ഛാ, നീ അല്ലല്ലോ കരയേണ്ടെന്ന് പറഞ്ഞത്. അവൻ കരയേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവന്റെ കയ്യിൽ അതിന്റെ പരിഹാരമുണ്ട്. യേശു നിന്നോട് കരയേണ്ടെന്ന് പറഞ്ഞെങ്കിൽ നീ എഴുതി വെച്ചോ, ആ വിഷയത്തിന്റെ സൊല്യൂഷനുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. കടഭാരം നിമിത്തം, സാമ്പത്തിക പ്രയാസം നിമിത്തം ഭാരപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ അങ്ങ് തോന്നിപ്പിക്കുകയാണ്, വിഷമിക്കണ്ട. നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷയം ഓർത്ത്, നിങ്ങളുടെ മകന്റെ വിഷയം ഓർത്ത് വല്ലാതെ മനസ്സ് കലങ്ങുമ്പോൾ ആരോ ഉള്ളിൽ പറയുന്ന പോലെ തോന്നുകയാണ്, ഭാരപ്പെടണ്ട. അങ്ങനെ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് അത് പരിഹരിക്കുന്നവനാണ്.
അനുഭവമുള്ളവർക്ക് ആരാധിക്കാം. അവരോട് കർത്താവ് പറയുന്നു, എന്റെ യേശു നിന്നോട് കരയേണ്ടെന്ന് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞവന്റെ കയ്യിൽ അതിനി മരിച്ചു മൺമറഞ്ഞ് ശവപ്പെട്ടിയിൽ വെച്ച് അടക്കാൻ വെച്ചിരിക്കുന്ന ശരീരമാണെങ്കിലും അതിനകത്തുത്തരമുണ്ട് എന്നാണ്. ഇതേ ഇത് ക്യാൻസർ പേഷ്യന്റ് അല്ല, ഇത് കേസ് നടുവേദനയല്ല, Amen. ഇത് കൈവക്കാൻ വയ്യ ബ്രദർ, തോളലിന്റെ പ്രശ്നമല്ല. മരിച്ച് മൂക്കി പഞ്ഞി വെച്ച് കൈയും കാലും കൂട്ടിക്കെട്ടി റൂമാല് കൊണ്ട് പൊതിഞ്ഞ് പെട്ടിക്കകത്ത് വെച്ച് മഞ്ചത്തിനകത്ത് കയറ്റി അടക്കാൻ കൊണ്ടുപോകുന്ന ബോഡിയാണിത്. Hallelujah. അതിന്റെ ഫ്രണ്ടിൽ കയറി നിന്ന് ഇത് പറയണമെങ്കിൽ എന്റെ ദൈവമാണ്. വീണ്ടും പറയുന്നു, ഈ മെസ്സേജിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവത്തിൽ നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന ചില പ്രവൃത്തികൾ Yes, ചെയ്യും. receive it. We receive it in the name of Jesus. Yes. കാരണം ആ കുഞ്ഞ് ഉയർക്കുമെന്ന് ഈ അമ്മ പ്രതീക്ഷിച്ചോ? ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടുന്നതാണ് സർപ്രൈസ് ഗിഫ്റ്റ്. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം എന്റെ കയ്യിലോട്ട് കൊണ്ട് തരുന്നതാണ് എന്നെ സർപ്രൈസ് ചെയ്യുന്നത്. The Lord Almighty is going to surprise you in this day.